നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സംഭവം കഴിവതും എല്ലാവരും കേൾക്കുകയും തങ്ങളുടെ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ ഈ കേരളത്തിലെ ഒരു വലിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്കത് വെറുതെ ആണെന്ന് തോന്നുമെങ്കിലും ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കതിന്റെ ഈ കാര്യങ്ങൾ ബോധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് 2000 വർഷം മുൻപ് ഇസ്രയേലിൽ ജീവിച്ചിരുന്ന യേശുവിനെ പറ്റിയാണ്. അത് ഒരു നിസ്സാര കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ദയവ് ചെയ്ത് കേൾക്കണം. നിങ്ങൾ ഏത് മതസ്ഥരുമായിക്കോട്ടെ, ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ് യേശുവിനെ പറ്റി പറയുന്നത്. ആ സംഭവം ഇതാണ്. യേശുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി അതികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘം ഒക്കെയും കൂടിച്ചേർന്ന് യേശുവിനെ പീലാത്തോസിന്റെ അരമനയിൽ കൊണ്ടുചെന്നു. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. യെശുവിനെ അന്നത്തെ അവിടുത്തെ ഏറ്റവും ഉന്നത സ്ഥാനീയരായ മഹാപുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് പുരോഹിതന്മാരാണ് രാജാവിനെ പോലും നിയന്ത്രിക്കുന്നത്. അതായത് ഭരണാധികാരികളെ പോലും നിയന്ത്രിക്കുന്നത് അവരാണ്. അതുകൂടാതെ മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ അവർ അന്ന് നടക്കുന്ന സഭകളുടെ ഇൻചാർജാണ്. അവരാണ് മൂപ്പന്മാർ. ആ മൂപ്പന്മാർക്കാണ് സഭയുടെ എല്ലാ അധികാരങ്ങളും ഉള്ളത്. അതുകൂടാതെ ശാസ്ത്രിമാർ ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ശാസ്ത്രീയമായ കാര്യങ്ങൾ അവിടെ വിവേചിച്ച് പറയുന്നവർ. അങ്ങനെ ന്യായാധിപന്മാർ, ഇങ്ങനെയുള്ള ഒരു സംഘമാണ് യേശുവിനെ പീലാത്തോസിന്റെ അടുത്ത് കൊണ്ടുവന്നത്. എന്തായിരുന്നു അവരുടെ ആവശ്യം? ഈ മനുഷ്യനെ ക്രൂശിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളതായിരുന്നു ആവശ്യം. പീലാത്തോസ് ആ മനുഷ്യനെ വിസ്തരിച്ചിട്ട് അദ്ദേഹം പുറത്തു വന്ന് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതായ യാതൊരു കുറ്റവും ഞാൻ ഈ മനുഷ്യനിൽ കാണുന്നില്ല. ഇയാളെ പോകാൻ അനുവദിക്കൂ. അപ്പോൾ ഇതേ സംഘം, ഈ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും ന്യായാധിപന്മാരും അടങ്ങുന്ന സംഘം പീലാത്തോസിനോട് പറഞ്ഞു, അയാളെ ക്രൂശിക്കണം എന്ന് പറഞ്ഞു. ഒടുവിൽ നിവൃത്തികെട്ട് ആ യേശുവിനെ ക്രൂശിക്കുവാനായി പീലാത്തോസിന് ഓർഡർ ഇടേണ്ട വന്നു. എന്തിനാണ് ഈ സംഭവം ഇവിടെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ അടുത്തു വരുമ്പോൾ ഇവിടുത്തെ ഒരു കൂട്ടം നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? ഇവിടുത്തെ മഹാപുരോഹിതന്മാർക്കും മൂപ്പന്മാർക്കും ശാസ്ത്രിമാർക്കും ന്യായാധിപന്മാർക്കും തുല്യരായ അധികാര സ്ഥാനങ്ങൾ രാഷ്ട്രീയം കൈയാളുന്നവരാണ് പറയുന്നത് പിണറായി കള്ളനാണ്, പിണറായിയെ ക്രൂശിക്കണം, പിണറായിയെ ഇനി അധികാരത്തിൽ ഏറ്റരുത് എന്ന് വിളിച്ചു പറയുന്നത് അവരാണ്, ജനങ്ങളല്ല പറയുന്നത്. ഒരിക്കലും ജനങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ അടുത്ത് എന്നൊരു പരാതി പറയുവാൻ കഴിയുകയില്ല. അതിന് പറയുവാൻ കഴിയുന്നത് മഹാപുരോഹിതന്മാർക്കും മൂപ്പന്മാർക്കും ശാസ്ത്രിമാർക്കും ന്യായാധിപന്മാർക്കും മാത്രമാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ കഴിയുന്നത്. പിണറായി കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മീൻ വിൽക്കുന്ന സ്ത്രീകളെ കൊണ്ടും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ കൊണ്ടും തകർന്ന റോഡ് സൈഡിൽ നിൽക്കുന്ന സ്ത്രീകളെ കൊണ്ടുമൊക്കെ ഇയാൾ കള്ളനാണ്, ഇയാൾക്ക് ഭരണം കൊടുക്കരുത്, ഇയാൾ ഓടിച്ചു വിടണമെന്ന് പറയുന്ന വീഡിയോകൾ നാം ദിനം പ്രതി കാണുന്നുണ്ട്. അവരെ കൊണ്ടത് പറയിപ്പിക്കുന്നവർക്ക് വേറെ ലക്ഷ്യമുണ്ട്. പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരാണ് ചോദിക്കുന്നത്, എന്താണ് പിണറായി വിജയൻ അഥവാ LDF സർക്കാർ നിങ്ങൾക്ക് ചെയ്ത ദോഷങ്ങൾ? ഞാൻ ചില വീഡിയോകൾ ഇട്ടിട്ട് പറയാറുണ്ട്, നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണമെന്ന്. ഒരിക്കൽ ഒരാൾ ദേശം ഭരിച്ചു മുടിച്ച് ഒരാളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വീഡിയോ ഇട്ട മനുഷ്യന്
ഞാൻ മറുപടി കൊടുത്തു. എന്താണ് ഭരിച്ചു മുടിച്ചതെന്ന് നിങ്ങൾ പറയണമെന്ന്. ഇത്രയും ദിവസമായിട്ട് ആ മാന്യ വ്യക്തി മറുപടി തന്നിട്ടില്ല. അതുപോലെ ഞാൻ പറയുന്നു, ഇവിടുത്തെ സാധാരണക്കാരോടാണ് ചോദിക്കുന്നത്, രാഷ്ട്രീയക്കാരോടല്ല. രാഷ്ട്രീയക്കാർക്ക് വേറൊരു ലക്ഷ്യമുണ്ട്. കാരണം ഈ മനുഷ്യനെ ക്രൂശിച്ചിട്ട് വേണം അവർക്ക് അവരുടെ നിയമങ്ങൾ ഇവിടെ നടപ്പാക്കാൻ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ പോയിട്ട് വേണം ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ. ഈ മനുഷ്യനെ ഓടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ തറപറ്റിക്കുവാൻ വേണ്ടിയാണ് ഇയാളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, എന്താണ് അവരുടെ പേരിൽ ആരോപണം? എന്റെ ഈ വീഡിയോയിൽ നിങ്ങൾ മറുപടി കമന്റ് ഇട്ടാൽ, ഈ കമന്റ് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ, നിങ്ങളുടെ പക്കൽ തെളിവുണ്ടെങ്കിൽ LDFന് ഇനി ഈ വോട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയും, ഉറപ്പായിട്ട് പറയും. പക്ഷെ നിങ്ങൾ പറയണം, എന്താണ് LDF ഇവിടുത്തെ ജനങ്ങളോട് ചെയ്ത ദോഷം? പറയൂ. നിങ്ങൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയൂ, എന്താണ് LDF അഥവാ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്ത ദോഷം എന്താണെന്ന് പറയൂ. നിങ്ങൾ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു. ഏതെങ്കിലും ഒരാരോപണം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞോ? നിങ്ങളത് തെളിയിക്കുമ്പോഴാണ് നിങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. സ്വർണം കട്ടവർ ആരാണെന്നൊരു പാട്ടുണ്ട്. പിണറായി വിജയൻ സ്വർണം കട്ടോ? LDF ഗവൺമെന്റ് സ്വർണം കട്ടോ? അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ നോമിനിയായിട്ട് വെക്കുന്ന ഒരാൾ അവിടുന്ന് മോഷണം നടത്തിയാൽ അതിന്റെ ഉത്തരവാദി ഗവൺമെന്റ് ആണോ? രാജ്യത്തൊരു കൊലപാതകം നടന്നാൽ അതിന്റെ ഉത്തരവാദി ഭരണാധികാരിയാണോ? കൊലപാതകം ചെയ്യണോ വേണ്ട എന്ന് ഒരു മനുഷ്യന്റെ മനസ്സിലാണ് ഇരിക്കുന്നത്. അയാളാണത് ചെയ്യുന്നത്. ആ കൊലപാതകം ചെയ്തവനെ പിടിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ജോലി. വിഡ്ഢിത്തരങ്ങളും മണ്ടത്തരങ്ങളും പറഞ്ഞ് വിവരദോഷികളായ ആളുകളെ കുത്തിയിളക്കി വിടുന്ന പ്രതിപക്ഷത്തോട് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, എന്താണ് പിണറായി ഗവൺമെന്റ് ഇവിടുത്തെ സാധാരണക്കാർക്ക് ചെയ്ത ദോഷം? ദയവായി നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണമെന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത്, യേശു കുറ്റം ചെയ്തുവെന്ന് ആ ഇസ്രായേലിലെ സാധാ ജനങ്ങൾ പറഞ്ഞില്ല. ചെയ്തുവെന്ന് പറഞ്ഞത് മഹാപുരോഹിതന്മാരായിരുന്നു. അവരാണ് അധികാരം കൈയാളുന്നവർ. ശാസ്ത്രിമാരാണ്, അവരാണ് അധികാരം കൈയാളുന്നവർ. മൂപ്പന്മാരാണ്, അവരാണ് അധികാരം കൈയാളുന്നത്. ശാസ്ത്രിമാരും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ന്യായാധിപന്മാരും ഇവരൊക്കെയാണ് പറഞ്ഞത് ഇയാൾ ദോഷക്കാരനാണെന്ന്. ആ പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിനോട് പറഞ്ഞു, ആ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ എന്തിനാണ് ആ പാവത്തിനെ ക്രൂശിക്കാൻ വിധിക്കുന്നതെന്നാണ്. പക്ഷെ അങ്ങനെ വിധിച്ചില്ല എങ്കിൽ പീലാത്തോസിന്റെ സ്ഥാനം തെറിക്കും. അതിനാണ് പീലാത്തോസ് പറഞ്ഞത്, ഈ മനുഷ്യനെ കൊണ്ടുപോയി ക്രൂശിക്കുകയോ കൊല്ലുകയോ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞത്. കാരണം അതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഒരുത്തൻ ഒരു നന്മ ചെയ്താൽ അവനെ വേണ്ട. കാരണം ഞങ്ങൾ പറയുന്ന കാര്യം നടക്കണമെങ്കിൽ അതിന് വിലങ്ങ് നിൽക്കുന്നവൻ ഇല്ലായ്മയാകണം. അതാണ് നമ്മുടെ ഇലക്ഷനും. എന്റെ കണക്കുകൂട്ടലിൽ ഈ കഴിഞ്ഞ 10 വർഷം ഇവിടുത്തെ പാവങ്ങളെ തോളോട് ചേർത്ത് പിടിച്ച ആ ഗവൺമെന്റിനെ നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ 5 പൈസയ്ക്ക് വിവരമില്ലാത്തവരാണ്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നവരല്ല. നിങ്ങൾ ഒരു കാര്യവും മനസ്സിലാക്കാത്തവരാണ്. നിങ്ങൾ മറ്റൊരാൾ പറയുന്നത് കേട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. അതാണ് നമ്മുടെ കേരളീയർക്ക് പറ്റുന്ന ഒരു അബദ്ധം. കേരളീയർക്കല്ല, ഇന്ത്യയിൽ പൊതുവെ അങ്ങനാണ്. എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ടുകൊണ്ട് അവർ ജനങ്ങളെ കുത്തിയിളക്കി വിടും. ജനങ്ങൾ അതിന്റെ പുറകെ ഇളകി നടക്കും. എന്താണ് അതിന്റെ സത്യാവസ്ഥയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ LDF സർക്കാർ ഈ 10 വർഷത്തിനുള്ളിൽ കേരള ജനതയ്ക്ക് ചെയ്ത ദോഷം എന്താണെന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.